ഹായ്, ഞാൻ മനോജ് നീലകണ്ഠൻ, കോർപ്പറേറ്റ് ട്രെയിനറാണ്. സെയിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയമാണ്. ആ പ്രൊഫഷനിലേക്ക് വരാൻ തന്നെ ആൾക്കാർ മടിക്കുന്നു. കാരണം എന്താണ്? ടാർഗറ്റ് ഉണ്ട്, പ്രഷറുണ്ട്, കസ്റ്റമേഴ്സിനെ കാണാൻ പോകണം, ഇതൊക്കെയാണ് ധാരണ. ഇതൊക്കെ ശരിയാണ്. പക്ഷേ സെയിൽസ് അത്ര ടഫായിട്ടുള്ളൊരു പ്രൊഫഷനല്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. മാത്രമല്ല വളരെ റെമ്യൂണറേറ്റീവ് ആണ്. ഞാൻ 25 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനറാണ്. ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ സെയിൽസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട്സ് കിട്ടുന്നുമുണ്ട്. നല്ല ഇൻസെൻറ്റീവ്സ് കിട്ടും, നല്ല പ്രൊമോഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ സെയിൽസ്മാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ആ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടത് സെയിൽസാണ്. മറ്റെല്ലാ പ്രൊഫഷൻസും മറ്റെല്ലാ ഓപ്പറേഷൻസ് അതുപോലുള്ള ബാക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ പിന്നീടാണ്. സെയിൽസ് വന്നില്ലെങ്കിൽ മറ്റൊന്നും ആവശ്യമില്ല. സെയിൽസ്മാൻ എപ്പോഴും ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. എന്നിരിക്കെ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അതാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് സെയിൽസ് എന്ന് പറയുന്നത് ഒരു 10 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഓരോ സ്റ്റെപ്പ് ഞാൻ കൂടുതൽ വിശദമായി ഇനി വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ആ 10 സ്റ്റെപ്പിനെ ഒന്ന് ബ്രീഫായിട്ട് നോക്കുകയാണ്. ഈ 10 സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു നല്ല സെയിൽസ്മാൻ ആകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ സെയിൽസിൻ്റെ 10 സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോസ്പെക്റ്റിംഗ്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ പ്രോസ്പെക്റ്റിനെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് പോയി കാണുക എന്നുള്ളതാണ്. എങ്ങനെ പ്രോസ്പെക്റ്റിനെ കണ്ടെത്താമെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോസ്പെക്റ്റിംഗ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പ്രോസ്പെക്റ്റിനെ കണ്ടു, നമുക്ക് അവരെ ഫസ്റ്റ് ടൈം കാണുകയാണെന്ന് നേരത്തെ പരിചയമില്ല. അവരുമായിട്ട് എങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും? വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ത്രൂ പ്രാക്ടീസ് വി ക്യാൻ ബിൽഡ് ട്രസ്റ്റ് വിത്ത് എ പ്രോസ്പെക്റ്റ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്കിങ് ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തിനു വേണ്ടി? പ്രോസ്പെക്റ്റിൻ്റെ നീഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി. എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്ന പ്രോസ്പെക്റ്റിനോട് എന്ത് ഫംഗ്ഷന് വേണ്ടിയാണ് നിങ്ങളിത് വാങ്ങുന്നത് എന്ന് ചോദിക്കുന്നത് ഒരു ഗുഡ് ക്വസ്റ്റ്യനാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പ്രസൻറ്റേഷനാണ്. നമ്മുടെ ഉൽപ്പന്നമോ സേവനമോ എന്തായാലും അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലി കസ്റ്റമേഴ്സിന്, പ്രോസ്പെക്റ്റിന് ധാരാളം ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അവർ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെങ്ങനെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആറാമത്തെ സ്റ്റെപ്പ് ഫോളോ അപ്പ് ആണ്. നമ്മൾ പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്തു, ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ചെയ്തു കഴിഞ്ഞു, ചോദ്യങ്ങളിൽ ഉത്തരം കൊടുത്തു കഴിഞ്ഞു, എന്നിട്ടും കസ്റ്റമർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ അല്പം സമയം പ്രോസ്പെക്റ്റിന് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിനാണ് ഫോളോ അപ്പ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നു, സർ, മാഡം, ഞാനൊരു 2 days കഴിഞ്ഞ് ഇന്ന ദിവസം ഇന്ന സമയത്ത് വിളിച്ചോട്ടെ, കണ്ടോട്ടെ. ഫോളോ അപ്പ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതെങ്ങനെ ഫോളോ അപ്പ് ട്രാക്ക് ചെയ്യണം? ഒരു ട്രാക്കിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കണം. ഫോളോ അപ്പ് മിസ്സായി പോകരുത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏഴാമത്തെ സ്റ്റെപ്പ് ക്ലോസിംഗ് ദ ഡീലാണ്. ഒരു സെയിൽസ് പ്രോസസ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ്. അതായത് വളരെ ആത്മവിശ്വാസത്തോടെയും സമയബന്ധിതമായും പ്രോസ്പെക്റ്റിനെ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ക്ലോസിംഗ് ദ ഡീൽ. എട്ടാമത്തെ സ്റ്റെപ്പ് ഫീഡ്ബാക്ക് ആണ്. സെയിൽസ് ചെയ്ത് കഴിഞ്ഞു, ഡീൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ആ സെയിൽസിന് ശേഷമുള്ള കസ്റ്റമറുടെ, ഇപ്പോൾ നമ്മൾ കസ്റ്റമറായി, പ്രോസ്പെക്റ്റ് ഇല്ല, ആ കസ്റ്റമറുടെ ഫീഡ്ബാക്ക്, അഭിപ്രായം എന്താണെന്നുള്ളത് ചോദിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു അഭിപ്രായം നമുക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ആവും. 9th സ്റ്റെപ്പ് ഈസ് ആസ്കിങ് ഫോർ റെഫറൻസസ്. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ടു ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെഫറൻസ് ചോദിക്കാം. ആ കസ്റ്റമറുടെ കോൺടാക്ട്സിലുള്ള ആർക്കെങ്കിലും നമ്മുടെ ഉൽപ്പന്നം ആവശ്യം വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമർ നമ്മളെ റെഫർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെഫറൻസ് മേടിക്കുക, നമ്മളതിനെ കോൺടാക്ട് ചെയ്യുക. റെഫറൽ വഴിയുള്ള ഒരു സെയിലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയ സെയിൽ. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്രോസ് സെല്ലിംഗ്. എന്താണ് ക്രോസ് സെല്ലിംഗ്? ഒരു ഉൽപ്പന്നം വിറ്റ് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ, നേരത്തെ നമ്മൾ വിറ്റ ഉൽപ്പന്നത്തിൻ്റെ ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ മറ്റൊരു ഉൽപ്പന്നം വിൽക്കാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, ഒരു ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നല്ലൊരു ബാലൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കസ്റ്റമറെ വിളിച്ചിട്ട് ഒരു FD, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാം. ഇതിനാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനീ പറഞ്ഞ 10 സ്റ്റെപ്പുകളും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.